ഡിസംബർ മാസം 8-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടും. ഒട്ടേറെ കാരണങ്ങളുണ്ടതിന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ യോജിച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4.25 വർഷക്കാലമായി ഈ ജില്ലയിൽ 5000 കോടി രൂപയുടെ വികസനങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 MLA-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണ്. മണ്ഡലത്തിലാകെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള റോഡുകളായി ഒട്ടേറെ റോഡുകളുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി റോഡുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ല കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള വികസന പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പൂർത്തീകരിക്കാനുള്ള 4 വലിയ പാലങ്ങൾ, ഒന്ന് റാന്നിയിലെയും അതുപോലെ തന്നെ തിരുവല്ല, മല്ലപ്പള്ളി, ഈ പാലങ്ങളെല്ലാം പൂർത്തീകരിച്ചു. പമ്പയാറിന് കുറുകെ പുതിയതായി 4 പാലങ്ങളാണ്. റാന്നിയിലും കോഴഞ്ചേരിയിലും 2, തിരുവല്ലയിലും, അതുപോലെ തന്നെ മണ്ണടി കല്ലടയാറിന് കുറുകെ പാലം, അടൂര ഇരട്ടപ്പാലം, തിരുവല്ല ബൈപ്പാസ്, അങ്ങനെ ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകൾ, അതെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയുടെ വികസനത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ്. UDF-ൻ്റെ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ്. അത് 720 കോടി രൂപയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ അതിവേഗത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ വികസനത്തിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത്. അതുപോലെ കായിക ലോകത്തിന് വലിയ സംഭാവന ചെയ്യുന്ന സ്റ്റേഡിയങ്ങൾ, കൊടുവൻ സ്റ്റേഡിയത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അടൂര സ്റ്റേഡിയത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം സംസ്ഥാന ഗവൺമെൻറ് 50 കോടി രൂപ അനുവദിച്ചിട്ട് മുനിസിപ്പാലിറ്റിയുടെയും UDF-ൻ്റെയും നിസ്സഹകരണം കൊണ്ട് നമുക്കതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. വികസന രംഗത്ത് UDF-ഉം BJP എടുക്കുന്ന സമീപനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലപോലെ ബോധ്യമുള്ളതാണ്. ആരോഗ്യരംഗത്ത് നമ്മുടെ ജില്ലയിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. അവിടെ 3 ഡോക്ടർമാർ, എപ്പോഴും ഡോക്ടർമാരുണ്ട്, ആവശ്യത്തിന് സ്റ്റാഫുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആരോഗ്യവകുപ്പിൽ 25,000 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ജീവനക്കാരുണ്ട്. താലൂക്ക് ആശുപത്രികൾ, അവിടെയെല്ലാം ഡയാലിസിസ് സെൻ്ററുകളുണ്ട്, സ്പെഷ്യൽ ഡോക്ടർമാരുണ്ട്. എല്ലാ താലൂക്ക് ആശുപത്രിയിലും വലിയ സംവിധാനങ്ങളാണ് ജില്ലയിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ജില്ലയിലെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഹാർട്ടിന് ചികിത്സയുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിൻ്റെ ചികിത്സ സൗജന്യമായത് വലിയ സഹായമാണ്.
ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ സംഭാവനയാണ് ജില്ലയിൽ കോന്നി മെഡിക്കൽ കോളേജ്. ജില്ലയുടെ വികസനത്തിൽ ഒരു പൊൻതൂവലാണ്. 2012 UDFൻ്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജ് 2015 പൂർത്തീകരിക്കേണ്ടത്. 2015 വരെ അവിടെ പാറ പൊട്ടിക്കുന്നതുമായി തർക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ UDFൻ്റെ കാലത്ത് കഴിഞ്ഞില്ല. 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 4 തൂണുകളുമായി നിന്ന മെഡിക്കൽ കോളേജിനെ ഇന്ന് മനോഹരമായ ഒരു മെഡിക്കൽ കോളേജായി ഈ ഗവൺമെൻറ് മാറ്റാൻ കഴിഞ്ഞു. അന്ന് 125 കോടി രൂപ ഇതിനകം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. അവിടെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് 241 കോടി രൂപ കൂടി അനുവദിച്ച് മെഡിക്കൽ കോളേജിനെ പൂർണ്ണതയിലെത്തിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ നാശത്തിൻ്റെ പാതയിലായിരുന്നു. ആ മേഖലയിൽ ഗവൺമെൻറ് ശക്തമായ ഇടപെടലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് ശക്തമായ ഇടപെടലാണ്. സർക്കാർ സ്കൂളുകൾ അവിടെയെല്ലാം ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക് ആക്കുന്നു. അതിന് ഫലമായി 10,000-കണക്കിന് കുട്ടികളാണ് പുതിയതായിട്ട് എയ്ഡഡ് സ്കൂളിലേക്ക് വരുന്നത്. സർക്കാർ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടം തന്നെയാണ് ഈ ജില്ലയിൽ നടക്കുന്നത്. ഇതിനാകെ നമ്മുടെ ഈ ജില്ലയിലെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ MLAമാർ 5 പേരും നേതൃത്വപരമായ പങ്കാണ് വഹിക്കുന്നത്. കാർഷിക മേഖലയിൽ വലിയ ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. സുഭിക്ഷ കേരള പദ്ധതിയിൽ തരിച്ചു കിടന്ന നിലങ്ങളെല്ലാം കൃഷി ചെയ്യുവാൻ, തരിച്ചു കിടന്ന എല്ലാ പ്രദേശങ്ങളും സ്ഥലങ്ങളും കൃഷി യോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നെല്ലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, പച്ചക്കറിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ പാലിൻ്റെയും മുട്ടയുടെയും മാംസത്തിൻ്റെയും എല്ലാം ഉൽപ്പാദനം. കാർഷിക മേഖലയിൽ വലിയ ഉണർവാണ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾക്കൊരു വീടുണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലാണ് 2,39,000 ആളുകൾക്കാണ് വീടുണ്ടാക്കി കൊടുത്ത് ഗവൺമെൻറ് താമസിക്കാൻ കഴിയത്തക്ക പോലെ. ഇവിടെ ഏതാണ്ട് 12,000-ഓളം വീടുകളുടെ പണി പൂർത്തീകരിച്ച് അവരെല്ലാം ആ വീടുകളിൽ താമസമായി. ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്ത് എവിടെയാണ് ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നത്? റെയിൽവേ പുറമ്പോക്കുകളിലും ചേരികളിലും കോടിക്കണക്കിന് ആളുകളാണ് താമസിക്കാൻ കഴിയാത്ത വീടുകളിൽ താമസിക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള മേൽക്കൂര, അതിൻ്റെ കീഴിലാണ് അച്ഛനും അമ്മയും മകനും മോളും മരുമോനും മരുമോളും എല്ലാം അവിടെ താമസിക്കുകയാണ്. ഒരു മുറിയാണ് അവർക്ക് അടുക്കളയും സ്വീകരണ മുറിയെല്ലാമായി കഴിയുന്നത്. അങ്ങനെ ദുരിത ജീവിതം നയിക്കുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ BJPക്കോ കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു 5 ലക്ഷം വീടും കൂടി പൂർത്തീകരിക്കും. വീടില്ലാത്തവരായി ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല. സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഫ്ലാറ്റ് പണിഞ്ഞ് അവിടെ അവർക്ക് നൽകാനുള്ള തീരുമാനമാണ്. നമ്മുടെ ജില്ലയിൽ പന്തളത്തും ഏഴംകുളത്തും ഫ്ലാറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് നൽകുന്ന പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുമ്പം
പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 600 രൂപയായിരുന്ന പെൻഷൻ ഇപ്പോൾ 1400 രൂപയാക്കി. ഈ ജനുവരിയോടുകൂടി പെൻഷൻ 1500 ആക്കും. യു.ഡി.എഫിൻ്റെ കാലത്ത് പെൻഷൻ കൊടുക്കത്തില്ലായിരുന്നു. 18 മാസം 32 മാസമെല്ലാം പെൻഷൻ കുടിശ്ശികയായി. ആ പെൻഷൻ തകർക്കാനുള്ള പരിശ്രമങ്ങളാണ് യു.ഡി.എഫ് നടത്തിയതെങ്കിൽ ഈ ഗവൺമെൻറ് കൃത്യമായി പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലെയുള്ളൊരു പെൻഷൻ പദ്ധതിയില്ല. കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന യു.പിയിലോ ബീഹാറിലോ രാജസ്ഥാനിലോ ഒറീസയിലോ മധ്യപ്രദേശിലോ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ജീവിതത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനം സ്വീകരിച്ചിട്ടില്ല. വളരെ മാതൃകാപരമായ രീതിയിൽ കേരളത്തിലെ 55 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു മഹത്തായ പദ്ധതി ജനങ്ങളിൽ വലിയ സ്വീകാര്യതയാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 60 വയസ്സായ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റേഷൻ സമ്പ്രദായം കുറ്റമറ്റ രീതിയിലാണ് കേരളത്തിലെ റേഷൻ സമ്പ്രദായം. ഇപ്പോൾ ആളുകൾ റേഷൻ കടയിൽ പോകുന്നത് ചാക്കും ഓട്ടോറിക്ഷയുമായിട്ടാണ്. യു.ഡി.എഫിൻ്റെ കാലത്ത് റേഷൻ കടകളെല്ലാം പൂട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. മാവേലി സ്റ്റോറുകളിൽ 13 കൂട്ടം നിത്യോപയോഗ സാധനങ്ങൾക്ക് 2016 മുതൽ ഏതാണ്ട് 4.25 വർഷമായി ഒരു മാറ്റവുമില്ലാതെ വിലക്കയറ്റം നിയന്ത്രിച്ചു പോകുന്നു. പല സാധനങ്ങളുടെയും വില കുറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ മാസവും ജില്ലയിലെ എല്ലാ വീടുകളിലും ഭക്ഷണ കിറ്റ് എത്തുകയാണ്. ഇതെല്ലാം ജനങ്ങളിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ജില്ലയോ ശബരിമല വിമാനത്താവളം ഈ ജില്ലയുടെ വികസനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ പട്ടയം ഏതാണ്ട് 800ഓളം കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ പട്ടയം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ നേരിടുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി വലുതാണ്. 2018 ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് നമുക്ക് അനുഭവപ്പെടേണ്ടി വന്നത്. അതിനെ നേരിടുവാൻ നമ്മുടെ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള MLAമാർ, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകർ എല്ലാം യോജിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ സംവിധാനമാണ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയത്. മത്സ്യത്തൊഴിലാളികൾ ഒരിക്കലും ഈ ജില്ലയിലെ ആളുകൾക്ക് മറക്കാൻ കഴിയില്ല. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി അവർ ഓടിയെത്തിയിരുന്നു. ഗവൺമെൻറ് ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അവർ വീടുകളിലേക്ക് പോയപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു. നഷ്ടപ്പെട്ട വീടുകൾ, അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായി. അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ ചെയ്തു. ഈ ജില്ലയിൽ ഈ ഗവൺമെൻറ്റിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ് ഈ ദുരന്തകാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഒരു ദുരന്തം ഈ COVID-19. അത് നമ്മുടെ ജില്ലയിൽ റാന്നിയിൽ ഐത്തലയിലാണ് ആദ്യമായി നമ്മുടെ ജില്ലയിൽ കോവിഡ് ഉണ്ടാകുന്നത്. അതിനെ നേരിടാൻ വേണ്ടിയും അത് മാർച്ച് മാസം 8-ാം തീയതിയാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് തന്നെ ഇവിടെ വന്ന് കളക്ടറേറ്റിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം യോഗം ചേർന്ന് ഫലപ്രദമായ രീതിയിലാണ് അതിനെ നേരിട്ടുള്ളത്. സാധാരണക്കാർക്ക് ചികിത്സ ഫ്രീ ആണ്. മറ്റൊരു രാജ്യത്തും ഇങ്ങനെ ഒരു സംവിധാനമില്ല. കോവിഡ് രോഗികളെ അവർക്ക് ആഹാരവും മരുന്നും എല്ലാം സൗജന്യമാണ്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് എല്ലാ സഹായവുമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും, പൊതുപ്രവർത്തകർ, അതിനാകെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 5 MLAമാരും ഈ കോവിഡ് പ്രതിരോധത്തിൽ
ജില്ലയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ആവേശവുമായിട്ടാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ മറക്കില്ല. മറ്റു മേഖലകളിലായ ഇപ്പം തൊഴിലുറപ്പ് തൊഴിലാളി, ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ ഗവൺമെൻറ് ക്ഷേമനിധിയും പെൻഷനും ഏർപ്പെടുത്തിയത് ആ മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. കൃഷിക്കാർക്ക് പെൻഷനും ക്ഷേമനിധിയും, അതുപോലെ റോയൽറ്റി ഏർപ്പെടുത്തി. കാർഷിക മേഖലയിലെ കൃഷിക്കാർ അവരുൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾക്ക് തറവില നിശ്ചയിച്ചു. ഇതെല്ലാം കാർഷിക മേഖലയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ പ്രതിസന്ധികളെ ഗവൺമെൻറ് സഹായിച്ചത്, ഇതെല്ലാം ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജില്ലയിൽ വലിയ വിജയം കൈവരിക്കും. ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.